ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരാൾ നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാം, എനിക്കും അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. അല്ലെങ്കിൽ പുതിയൊരു ഫോൺ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തോന്നാം, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. പുതിയൊരു വണ്ടി കണ്ടാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാം, എനിക്കും അതുപോലെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ കുറിച്ച് യേശുനാഥൻ പറയുന്നുണ്ട്. ഒരു ദിനാറ ഉറപ്പ് നൽകിയാണ് ആ തോട്ടത്തിലേക്ക് ആ പണിക്കാരെ ആ യജമാനൻ വിളിക്കുക. എന്നാൽ അവസാന നിമിഷം ആ യജമാനൻ കൂലി കൊടുക്കുന്ന സമയത്ത് തങ്ങൾക്ക് ലഭിച്ചതിൽ തൃപ്തരാകാതെ ആ യജമാനെതിരെ പിറുപിറുക്കുന്ന ജോലിക്കാരെയാണ് നാം കാണുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ്. നമുക്കുള്ളതിനെക്കുറിച്ച് നാം സന്തോഷിക്കാതെ മറ്റുള്ളതിനെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണ് നാമൊക്കെ. യേശുനാഥൻ പറയുന്നുണ്ട്, മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമാകുമെന്ന്. എളിമയോടെ ജീവിക്കുവാൻ, വിനയമുള്ളവരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.